92-93 പാലാ രൂപതയിലെ KCYM SMIM മുൻ പ്രസിഡന്റ് ശ്രീ ചെറിയാൻ കെ ജോസ് സാറിനെ ക്ഷണിക്കുന്നു. തുരുത്തിപ്പള്ളി യൂണിറ്റ് യുവജന ദിന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ SMIM തുരുത്തിപ്പള്ളി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിപിൻ ബെന്നി, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോസ് നെല്ലിക്കൽ തെരുവിലച്ച, സ്വാഗതം ആശംസിച്ച ബി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ട്രീസ ജെ കുഴുവേലിൽ, അനുഗ്രഹ ആശംസ അർപ്പിക്കുന്ന സിസ്റ്റർ ടിൻസി, അതുപോലെ ജസ്റ്റിൻ മരിയ ജോസ്, SMIM കൊറോന സെക്രട്ടറി, പ്രിയമുള്ള യുവ സുഹൃത്തുക്കളെ, കൊച്ചു അനിയന്മാരെ, അനിയത്തിമാരെ, ഇന്നത്തെ യുവജന ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ ഏകദേശം 30 വർഷമായി CYM അല്ലെങ്കിൽ KCYM തൊട്ടടുത്ത പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു തുരുത്തിപ്പള്ളി യൂണിറ്റിലൊരു പരിപാടിക്ക് എന്നെ ക്ഷണിക്കുന്നത്. അതിന് ഞാൻ പ്രത്യേകമായി ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. പല രീതിയിലുള്ള രൂപതാ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും ഇന്നലെ രൂപത അടിസ്ഥാനത്തിലുള്ള വളരെ വിപുലമായ യുവജന സമ്മേളനം നടന്നു. പക്ഷേ എനിക്കൊരു അസൗകര്യം കാരണം പങ്കെടുത്തില്ല. അപ്പോൾ ഒട്ടേറെ പരിപാടി പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഇടവകയിൽ ആദ്യമായിട്ടുള്ളൊരു പരിപാടി പങ്കെടുക്കുന്നു. ആ പരിപാടി പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രത്യേകതയുള്ളത്, ഞാൻ രൂപതാ പ്രസിഡൻ്റായിരുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രൂപതാ ഡയറക്ടർ, അന്നത്തെ KCYM-ൻ്റെ ഡയറക്ടറായിരുന്ന നെല്ലിക്കൽ തെരുവിലച്ചൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്, അദ്ദേഹം ഇവിടുത്തെ വികാരിയായിരിക്കുന്ന അവസരത്തിലാണ് അങ്ങനെ ഒരു അവസരത്തിൽ വന്നതെന്നും പ്രത്യേകമായിട്ട് എന്നെ സന്തോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ആ പ്രവർത്തന കാലഘട്ടം വളരെയേറെ സന്തോഷം പകരുന്നതാണ്. എനിക്ക് KCYM പ്രവർത്തന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ SMIM, ഇപ്പോഴത്തെ ആ സംഘടനയുടെ പേര് ഇങ്ങനെയാണ്, ഞങ്ങളുടെ യൂണിറ്റ് പ്രവർത്തനങ്ങൾ, ആ കാലഘട്ടത്തിൽ ഉള്ള യൂണിറ്റ് പ്രവർത്തനം, ഈ ഇടവകയുടെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തന കാലഘട്ടത്തിലും മറക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ജീവിത അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു പ്രവർത്തന കാലഘട്ടമാണത്. അത് വളരെയേറെ സന്തോഷവും അല്ലെങ്കിൽ അത്രയേറെ സംഘർഷഭരിതമായ രീതിയിലൊക്കെ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗുണകരമായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ യുവശക്തി എന്നറിയപ്പെട്ടു. പിന്നെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ CYM ആയിരുന്നു. അത് കഴിഞ്ഞ് KCYM ആയി, ഇപ്പോൾ SMIM ആയി. എന്ത് നാമത്തിൽ വിളിച്ചാലും നമ്മളിതിനെ കത്തോലിക്ക യുവജന പ്രസ്ഥാനം എന്ന നിലയിലാണ് കാണുന്നത്. കത്തോലിക്ക യുവജന പ്രസ്ഥാനമാണ്. നമുക്കറിയാം, കത്തോലിക്കർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്ത് നോക്കിയാൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭരണഘടനയോടും നിയമങ്ങളോടും നമ്മൾ വിധേയത്വം പുലർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മതവിശ്വാസത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ കൊണ്ടുപോകാനും മറ്റെല്ലാ മതങ്ങൾക്കും ഇവിടെ അവരുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കാനുമുള്ള അവസരം കൊടുക്കുന്നതോടൊപ്പം ഈ രാജ്യത്ത് ഏറ്റവും വലിയ സേവന തൽപരയോടുകൂടി അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ മുഖം പകരുന്ന സഭ ക്രൈസ്തവ അല്ല കത്തോലിക്ക സഭയാണ്. അതാർക്കും മാറ്റി നിർത്താൻ പറ്റില്ല. പല സ്റ്റേറ്റുകളിലും പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ മിഷണറിമാരെ പ്രത്യേകമായ നിയമം മൂലം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. അത്രയേറെ കാരുണ്യത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന നിലയിൽ കത്തോലിക്ക യുവജന പ്രസ്ഥാനം, അതിൻ്റെ യുവജന പ്രസ്ഥാനം അതൊരിക്കലും ഇവരുടെ മതേതരത്വത്തിനോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളുടെ അവരുടെ പ്രവർത്തനത്തിനോ ഒരിക്കലും വിഘാതമായി നിന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ യുവജനങ്ങൾ ഒരു കാലഘട്ടത്തിലും മറ്റ് പല മതങ്ങളും നമുക്കറിയാം പലപ്പോഴും വർഗീയതയിലേക്കും മറ്റുമൊക്കെ പോകുമ്പോഴും ഏറ്റവും അതിൻ്റെ മതത്തിൻ്റെ ഉൾക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ ദർശനവുമായി മുന്നോട്ട് പോകുന്നതിൽ അണുവിട വ്യത്യാസം വരുത്താത്ത ഒരു സഭയാണ് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനമാണ് കത്തോലിക്കരുടെ. നമുക്കറിയാം, വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം ഒന്നായി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇപ്പം ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടികൾ നാളെ അല്ലെങ്കിൽ വർഷം 2-3 കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണില്ല, വിദേശത്തേക്ക് പോവുകയാണ്. ഞാനതിനെ ഒരു തെറ്റായി കാണുന്നില്ല. ഒട്ടേറെ ആളുകൾ അതിനെ വിമർശിക്കുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടം കുടിയേറ്റങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു പലായന കുടിയേറ്റമാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ ആയിട്ട് പല സംസ്കാരങ്ങൾ ഇങ്ങോട്ട് വരിക സ്വാഭാവികമാണ്. അപ്പോൾ അവിടുത്തെ ജോലി മാത്രം ഇങ്ങോട്ട് നമുക്ക് കിട്ടുക,
അവിടുത്തെ പണം മാത്രം ഇങ്ങോട്ട് വരിക, വിദേശത്തെ സംസ്കാരം വരരുതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലെ നന്മ തിന്മകളുണ്ടാവും. തിന്മകളാണ് പലപ്പോഴും നമ്മൾ എടുത്തു കാണിക്കുന്നതും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിലെ നന്മയുടെ പാതയിലൂടെ ഇന്നത്തെ യുവജനങ്ങളെ കൊണ്ട് നയിക്കുക എന്നുള്ളതാണ് SMVM ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതാണ് ഈ കാലഘട്ടം ആഗ്രഹിക്കുന്നത്. ഇവിടെ പരിശുദ്ധ മാർപ്പാപ്പയുടെ കാര്യങ്ങൾ ക്രിസ്തു ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ പറയുന്നത്, വിൽക്കാനുള്ളവരല്ല യുവജനങ്ങൾ, നിങ്ങൾ വിൽക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും വിൽക്കാനുള്ളവരല്ല നമ്മളെന്ന് മനസ്സിലാക്കണം. വിൽക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യണം. നമുക്കൊരു വ്യക്തിത്വം വേണം. നമുക്ക് പല ജീവിത സാഹചര്യങ്ങളും കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ. ഇന്നിപ്പോൾ നമുക്ക് യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത് മയക്കുമരുന്ന്. ഒരു കാലഘട്ടത്തിൽ മദ്യമായിരുന്നെങ്കിൽ ഇന്ന് മയക്കുമരുന്ന്, അതിൻ്റെ വിപണനമടക്കം അതിൻ്റെ ഉപയോഗമടക്കം എല്ലാം നമ്മുടെ യുവജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തലത്തിലേക്കൊന്ന് മാറുമ്പോൾ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അതുകൊണ്ടൊരു തികഞ്ഞ വ്യക്തിത്വമുള്ളവരെ രൂപപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ക്രൈസ്തവ ദർശനങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് എവിടെ ചെന്നാലും അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നമുക്കറിയാം, എല്ലാവരും ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, രക്ഷ പ്രാപിക്കാൻ എന്ത് വേണം? അവസാനം യേശു അവരോട് പറയും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറയുമ്പോൾ അദ്ദേഹം ദുഃഖത്തോടുകൂടി മടങ്ങിയെന്നാണ് ബൈബിൾ പറയുന്നത്. എന്തുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒട്ടേറെ സമ്പത്തുള്ളത് അല്ലെങ്കിൽ ഒട്ടേറെയുള്ള സൗഭാഗ്യങ്ങൾ ഉപേക്ഷിക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ അത് ഉപേക്ഷിക്കുമ്പോഴാണ് മഹത്വം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ശ്രീപുത്രനുണ്ടായത് അങ്ങനെയാണ്. ശ്രീപുത്രൻ അദ്ദേഹം രാജ്യവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ശോഭനമായ ഒരു സുന്ദരമായ ജീവിതം, സുന്ദരമായ അധികാരം അത് ഉപേക്ഷിച്ചിട്ടൊരു രാത്രിയും അദ്ദേഹം ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. അതുകൊണ്ടാണ് ശ്രീപുത്രൻ ജനിച്ചത്. പക്ഷെ നമുക്കൊന്നും അത്രയൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കറിയാം, ബൈബിളിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ലോകം മുഴുവൻ ബൈബിൾ അറിയാത്തവർ പോലും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഉപമയുണ്ട്. നല്ല അയൽക്കാരൻ്റെ ഉപമ അല്ലെങ്കിൽ സമറിയക്കാരൻ്റെ ഉപമ എന്നറിയപ്പെടുന്ന. അത് നമുക്കറിയാം, അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ടും കാണാതെ പോകുന്നവരുണ്ട്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി, സ്വാഭാവികമാണ്. പക്ഷേ അത് കണ്ടിട്ട് ആ പരിക്കേറ്റ മനുഷ്യനെ തൻ്റെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി ഒരു സത്രത്തിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടി അവിടെ ആവശ്യത്തിനുള്ള പണം കൊടുത്ത്, ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആവശ്യം വരുവാണെങ്കിൽ പണം ചെലവഴിച്ചാൽ അത് ഞാൻ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു മനുഷ്യൻ. അതാണ് യേശു പറഞ്ഞത്, അല്ലെങ്കിൽ നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത്. നമുക്ക് പലതും കണ്ടിട്ട് കാണാതെ പോകുന്നവനെ മിടുക്കനെന്ന്, അല്ലെങ്കിൽ അങ്ങനെ അബദ്ധങ്ങളിൽ പെടാതെ ബുദ്ധിമുട്ടുകളിൽ പെടാതെ പോകുന്നവരാണ് മിടുക്കനായിട്ട് നമ്മൾ കൂട്ടുന്നത്. കുടുംബത്തും അങ്ങനെ തന്നെയാണ്. നീ നിന്റെ കാര്യം, നമ്മളെല്ലാം മക്കളോട് ഉൾപ്പെടെ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കാനാണ് പറയുന്നത്. പക്ഷേ അതല്ല യേശുവിൻ്റെ വിളി. യേശുവിൻ്റെ വിളി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും കൂടെ നോക്കാനും അവരെ സഹായിക്കാനും. അപ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷേ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് പഠിക്കാനും ഒക്കെ പോകുമ്പോൾ ഒട്ടേറെ ആളുകളെ സഹായിക്കാനുള്ള അവസരങ്ങൾ, നമ്മളവിടെ പോയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അല്ല, അവിടെയുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, എത്രയോ വലിയ ബുദ്ധിമുട്ടുകളിലേക്കാണ് പോകുന്നത്. അവരെയൊക്കെ ഒരു കൈ സഹായിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അതൊരു ക്രൈസ്തവ ദർശനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ പണ്ടുതൊട്ടേ പറയാറുള്ളൂ, സ്നേഹിതരെ ഒരുത്തിൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ അറിയാം അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എന്നറിയാം. നിങ്ങളെ ഞാൻ സ്നേഹിതന്മാർ എന്ന് വിളിക്കുമെന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൗത്യം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായി മാറുന്നത്. ആ ഒരു വിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചു. ഞാനല്ല ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് ഞാൻ അവരോട് വിളിച്ചപ്പോഴേ പറഞ്ഞു. യൂണിറ്റ് അല്ലെങ്കിൽ രൂപത ഡയറക്ടർ, അതുപോലെ തന്നെ പാലാ രൂപതയിൽ ഒട്ടേറെ വലിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. നമ്മളദ്ദേഹം ഇവിടെ ഈ നമ്മുടെ നെല്ലിക്കത്തരൂരച്ഛനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ തുരുത്തിപ്പള്ളി SMVM യൂണിറ്റിൻ്റെ യുവജനദിന ആഘോഷ പരിപാടികൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.